തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റ്സിനുള്ളിൽ തന്നെ പൂജപ്പുര ജംഗ്ഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മാറി 5 സെന്റിലെ ഒരു അടിപൊളി 4 BHK വീട് സെയിലിന് വന്നിട്ടുണ്ട്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിനെ വീഡിയോ മുന്നേ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 5 സെന്റിൽ വിശാലമായി 4 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് കഴിയുന്ന കാർ പാർക്കിംഗ് സ്പേസോട് കൂടി നിർമ്മിച്ച ഈ ഒരു കിട്ടിലൻ 4 BHK വീടിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്തെ പൂജപ്പുരയ്ക്ക് സമീപം പുന്നയ്ക്കാമുകൾ എന്ന സ്ഥലത്താണ്. കാണുന്നത് പോലെ വീട് വരെയുമുള്ള റോഡ് ടാറിങ്ങും ഇന്റർലോക്കിങ്ങും ചെയ്തതാണ്. വിശാലമായ മുറ്റത്തോടൊപ്പം തന്നെ നല്ല വീതിയിലുള്ള സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് കൊടുത്തുകൊണ്ട് തന്നെ വലിയ വണ്ടികൾ പോലും ഈസിയായി വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും. 5 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന്റെ ചുറ്റും ഒരുപാട് സ്പേസ് അവൈലബിൾ ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ ഒക്കെ തന്നെ പല സ്ഥലങ്ങളിലായി കാണാൻ കഴിയും. കൂടാതെ ഒരു ഡെഡിക്കേറ്റഡ് കവേർഡ് കാർ പോർച്ച് ഏരിയ തന്നെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സായി പൈപ്പ് ലൈൻ കണക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത CCTVയും ഇൻവെർട്ടറും സോളാറും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന എല്ലാത്തരം പ്രൊവിഷൻസും ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് വന്നാൽ കാണുന്ന പോലെ വലിയൊരു സിറ്റിംഗ് ഏരിയ തന്നെ ലഭിക്കുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡ് വാൾസിലെ വുഡൻ തീമിലുള്ള വോൾട്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് ഡോറിന് മുള്ളിലുള്ള വുഡ് വർക്സിനുമായൊക്കെ തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഹോള് ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസുമായി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്സും സൈഡിലായിട്ട് ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 12x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി ചെറിയ ഷോക്കേസിംഗ് ഓപ്ഷൻ ഒക്കെ വരുന്ന ഒരു പാർട്ടീഷൻ വാളും കാണാൻ കഴിയും. ഏകദേശം 16x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഡൈനിങ് സ്പേസ് ഏരിയ വരുന്നത്. വലിയൊരു 8 സീറ്റ് ഡൈനിങ് ടേബിളും വളരെ ഈസിയായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഇതുപോലെ അട്രാക്റ്റീവ് ആയ ഫോൾ സീലിംഗ് വർക്സ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു കോർണറിലായിട്ട് വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയി കിച്ചണിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം ഒന്ന് കാണിച്ചു തരാം. ആകെ മൊത്തം 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടുകളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസുമാണ് കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. പിന്നെ ഈ വീടിന്റെ എടുത്തു വരേണ്ട ഏറ്റവും ബെസ്റ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് വന്ന് നോക്കിയാൽ ഈ വീടിന്റെ വലിപ്പം തന്നെ വേറെയാണ്. ഒരുപാട് സ്പേഷ്യസും ലക്ഷൂറിയസുമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസിലും ഒരു മേക്കപ്പ് ഡെസ്കോട് കൂടി വരുന്ന വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും ഫോൾ സീലിംഗ് വർക്സും അവൈലബിൾ ആണ്. കാണുന്ന പോലെ എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ബാത്റൂംസിൽ പ്രൊവൈഡഡ് ആണ്. സെറയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് സാനിറ്ററി ഫിഷസിനാക്കി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയ ഈ ഒരു ബ്യൂട്ടിഫുൾ മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണിലേക്ക് വരുമ്പോഴേക്കും എൻട്രൻസിലായി ഒരു സർവിംഗ് കൗണ്ടറായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും ധാരാളം സ്റ്റോറേജ് ഓപ്ഷനായി ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മറൈൻ പ്ലൈ ലാമിനേറ്റ് ചെയ്തതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ കൺജസ്റ്റഡ് ആവാതെ എല്ലാ എക്യുപ്മെന്റ്സും കൺവീനിയന്റ്ലി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന സ്പേസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ ചേർന്നതിന് ഒരു വർക്ക് ഏരിയ കൂടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്നും ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ മുഴുവനായും ടൈൽസ് പാകിയിട്ടുണ്ട്. ഇവിടെ തന്നെ നനകല്ലും വാഷിംഗ് ഏരിയയും അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെയർകേസ് ഏരിയയും തീർത്തും അട്രാക്റ്റീവും എഫിഷ്യന്റുമായാണ് ചെയ്തിട്ടുള്ളത്. കാരണം ധാരാളം സ്റ്റോറേജ് ഓപ്ഷനുള്ള സ്പേസസും ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻസും ഒക്കെ തന്നെ ഇതിന് താഴെ വരുന്നുണ്ട്. സ്റ്റെയർകേസ് ഏരിയയുടെ സൈഡ് വോളിൽ വലിയൊരു വോൾ ഓപ്പണിംഗ് തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് മാക്സിമം നാച്ചുറൽ ലൈറ്റിന് ഉള്ളിലേക്ക് ലഭിക്കും. അതിന്റെ കൂടെ ഡിസൈനർ ഹാങ് ലൈറ്റ്സ് കൊടുത്തുകൊണ്ട് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. ഇതിലൂടെ കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായ ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലാകുമ്പോൾ ഒരു ലിവിംഗ് സ്പേസ്, 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസ്, വിശാലമായ ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാണുന്നത് പോലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സെക്കൻഡറി TV യൂണിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത, ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് മേക്കപ്പ് ഏരിയയും കൂടെ ഉണ്ട്. ഏകദേശം 12x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു സ്പേസ് മാത്രം ഒരുക്കിയിട്ടുള്ളത്. ഇതേ സിമിലർ സൈസസിലും സിമിലർ സ്പെസിഫിക്കേഷൻസിലുമാണ് വീടിനുള്ള എല്ലാ ബെഡ്റൂംസും ഒരുക്കിയിട്ടുള്ളത്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ, തിരുവനന്തപുരത്തെ പൂജപ്പുരയ്ക്ക് സമീപം പുന്നയ്ക്കാമുകൾ എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടേക്ക് തിരുമലയിൽ നിന്നും 1.25 കിലോമീറ്ററും പാപ്പനംകോടും വഴുതക്കാടും നിന്ന് വെറും 5 കിലോമീറ്ററും തിരുവനന്തപുരം സെൻട്രലിലേക്ക് വെറും 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. തിരുവനന്തപുരം സിറ്റി ലിമിറ്റ്സിനുള്ളിൽ തന്നെ നല്ലൊരു ബഡ്ജറ്റിൽ ഇത്രയും ലക്ഷറിയസ് സ്പേഷ്യസുമായ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ സിറ്റി ലിമിറ്റ്സിൽ തന്നെ നോയ്സും പൊല്യൂഷൻസും ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാതെ പീസ്ഫുൾ ആയി നാച്ചുറൽ ലൊക്കേഷൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വീട് ചൂസ് ചെയ്യാം. പീഗാർഡിന്റെയും ഹാവൽസിന്റെയും മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് 3 ഫേസ് പവർ സപ്ലൈ തന്നെ വീടിന് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗിലായി കജാരയുടെ വിട്രിഫൈഡ് ടൈൽസും പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിഷസിനും ഒക്കെ സെറയുടെ മെറ്റീരിയൽസും പ്രീമിയം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിൽ തന്നെയാണ് വീട് മുഴുവനായും ഒരുക്കിയിട്ടുള്ളത്. പൂർണ്ണമായും വാസ്തുപരമായി കിഴക്ക് ദർശനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ ആ ഒരു യൂട്ടിലിറ്റി സ്പേസ്. ഇതിലൂടെ ടെറസ് ഫ്ലോറിലേക്കും കയറാൻ കഴിയും. വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാം. അതുപോലെ വിശാലമായ ഒരു പാർട്ടി സ്പേസ് ആയി യൂസ് ചെയ്യാൻ കഴിയുന്ന ടെറസ് ഫ്ലോർ ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയ ബാൽക്കണി സ്പേസ് ആണ് ഈ കാണുന്നത്. കാണുന്ന പോലെ 2 പോർഷനായി വീടിന്റെ ആ ഒരു ഫുൾ വീതിയും നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
വരുന്നത്. 5 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ പ്രീമിയം ഇന്റീരിയർ ഡിസൈനിങ്ങിൽ സ്പേഷ്യസും ലക്ഷറിയസുമായി നിർമ്മിച്ച ഈ ഒരു 4 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 94 ലക്ഷം രൂപ മാത്രമാണ്. സ്ലൈലി നെഗോഷ്യബിളും കൂടെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും വീഡിയോ വിസിറ്റ് ചെയ്യാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഞങ്ങളുടെ പരസ്യം വിൽക്കുവാൻ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പർ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്